ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 21. ദൈവം സഹായിക്കുന്നത് പോലെ സഹായിക്കുക. കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 10 ന്യൂസിലൻഡുകാരനായ ഒലെ കാസോവ് സൈക്കിൾ സവാരി ഇഷ്ടപ്പെടുന്നയാളാണ്. ഒരു ദിവസം രാവിലെ ഒരു വയോധികൻ തൻ്റെ വാക്കറുമായി ഒറ്റയ്ക്ക് ഒരു പാർക്കിലിരിക്കുന്നത് കണ്ട ഒലെയ്ക്ക് ഒരാശയം തോന്നി. പ്രായമായവർക്ക് ബൈക്ക് യാത്രയുടെ ആനന്ദം നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചാലോ? ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ വാടകയ്ക്കെടുത്ത ഒരു മുച്ചക്ര വണ്ടിയുമായി ഒരു നഴ്സിംഗ് ഹോമിലെത്തിയ ഒലെ അവിടെയുള്ള ആർക്കും അതിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെയുള്ള വളരെ പ്രായമുള്ള അന്തേവാസിയും സ്റ്റാഫുമായ ഒരു മനുഷ്യൻ പ്രായത്തെ അവഗണിച്ച് ആദ്യത്തെ റൈഡറായത് കണ്ട് ഒലെയ്ക്ക് അതിയായ സന്തോഷം തോന്നി. 20 വർഷങ്ങൾക്കിപ്പുറം സൈക്കിൾ സവാരി പ്രയാസമായ 5,75,000 വയോധികർക്കായി 25 ലക്ഷത്തോളം റൈഡുകൾ നടത്താൻ ഒലെയുടെ സ്വപ്ന പദ്ധതി പ്രയോജനപ്പെട്ടു. ഒരു സുഹൃത്തിനെ കാണാൻ, ഒരു ഐസ്ക്രീം കഴിക്കാൻ, ചുമ്മാ കാറ്റുകൊണ്ട് പാറിപ്പറക്കാനൊക്കെ അവർ യാത്ര ചെയ്തു. ഇത് പ്രയോജനപ്പെടുത്തിയവർ പറയുന്നത് അവർ ഇപ്പോൾ നന്നായി ഉറങ്ങുന്നു, നന്നായി ഭക്ഷണം കഴിക്കുന്നു, ഏകാന്തത കുറഞ്ഞു എന്നൊക്കെ. ഈ നല്ല കാര്യം യെശയ്യാവ് 58 അധ്യായം 10-11 വാക്യത്തിൽ പറയുന്ന മനോഹര ദൈവവചനത്തെ അന്വർത്ഥമാക്കുന്നു. കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അവൻ നമ്മിൽ കൂടി എന്താണ് ചെയ്യുക? ദൈവം സഹായിക്കുമെന്നതിനാൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുക്കമുള്ളവരാകാം. ചിന്തിക്കുക, നിങ്ങളുടെ സമീപ പ്രദേശത്ത് സഹായം ആവശ്യമുള്ളവർ ആരാണ്? അവർക്ക് എന്ത് ചെറിയ സഹായമാണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാൻ കഴിയുക? ദൈവത്തിന് മഹത്വം.